നമുക്ക് കേരളത്തിലേക്ക് ഏത് ആർ ടി ഓഫീസിലും ആണെങ്കിലും NOC എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. 2014 മോഡല് ഉണ്ടത്. വാഹനം ഇറങ്ങിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ്. നമ്മൾ ഫുൾ പണിത വണ്ടിയാണ്. ഫുൾ പെയിൻറ്റ് നമ്മൾ സിൽക്കി സിൽവറാണ് ഇത് കളർ വരുന്നത്. പെയിൻറ്റ് ആയാലും പിന്നെ ഹെഡ്ലൈറ്റ് പിന്നെ ഫ്രണ്ടിലെ ക്രോമുകൾ കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ പണിതാണ്. ഒരു 1.5 ലക്ഷം റുപ്യക്ക് നമ്മൾ ഈ വാഹനത്തിന് വർക്ക് ചെയ്തിട്ടുണ്ടോ. റൈറ്റ് സൈഡൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉണ്ട്. ഗ്ലാസ്സുകൾ ഫുള്ളായിട്ട് ഒറിജിനൽ ഗ്ലാസ്സുകളാണ്. അതേമാതിരി ഡോറും ഇതിന് റീപ്ലേസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു രൂപത്തിൽ തന്നെയാണ് പിന്നെ നമ്മളെ ഈ വാഹനം റൈറ്റ് സൈഡൊക്കെ ഉള്ളത് തന്നെ പറയാട്ടോ. ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞ വലിയൊരു റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ല. ഒറിജിനൽ ഡോറുകളാണ്, ഒറിജിനൽ ഗ്ലാസ്സുകളാണ് വരുന്നത്. പിന്നെ ഈ വാഹനം നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പെയിൻറ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ അലോയ് നമ്മൾ ഇതിന് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എന്നൊരു 70-75% ടയറാണ് ഈ വാഹനത്തിന് ഉള്ളത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വൃത്തി തന്നെയാണ് ഈ ലെഫ്റ്റ് സൈഡും ഈ വാഹനത്തിൽ വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇതിന് വർക്ക് എടുത്താണ്. ഞാൻ പറഞ്ഞ മാതിരി ഒരു 1.25 ലക്ഷം റുപ്യേൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതിന് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയൽ ഭാഗം കൂടി നോക്കട്ടോ. ഇൻറ്റീരിയൽ ഭാഗം അത്യാവശ്യം നല്ല വൃത്തി തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ നമ്മൾ മാറ്റിയതാണ്. അതുപോലെ ഒരു ആൻഡ്രോയിഡ് സെറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. G4 വരുന്ന ഒറിജിനൽ G4 വരുന്ന വാഹനമാണ്. അതുപോലെ പിന്നെ സ്റ്റാരിങ്ങുമ്മ ഒരു എയർ ബാഗ് ഈ വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ഇൻറ്റീരിയലും ഉള്ളത് കേട്ടോ. 7 സീറ്റർ വാഹനമാണിത്. ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞ റീപ്ലേസ് ഒന്നും കാണാനില്ല. പിന്നെ ഒറിജിനൽ ഡിക്കിയാണ്. അതുപോലെ ഇവിടെ ഈ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ബ്രേക്ക് ലൈറ്റൊക്കെ നമ്മൾ മങ്ങിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ വാഹനം ഉള്ളത് കേട്ടോ. പിന്നെ ഇത് നമ്മളിവിടെ വന്നിട്ട് ഇതിന് ചേഞ്ച് ചെയ്തിട്ടുള്ളത് ആദ്യം ഈ ഡിക്കി ഗ്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിക്കി ഗ്ലാസ്സിന് ചെറിയൊരു വര ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗം കൂടി നോക്കട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള എൻജിൻ ഭാഗം തന്നെ വരുന്നത്. ഇൻ്റർകൂൾ എൻജിനാണ് വരുന്നത്. 1,85,000 കിലോമീറ്ററാണ് ഇതിൽ ഓട്ടം കാണുന്നത് കേട്ടോ. അതുപോലെ പിന്നെ അബ്രോണ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഫ്രണ്ടിലെ പോസ്റ്റ് ഒക്കെ ഒറിജിനൽ തന്നെ ഉണ്ടോ. അതുപോലെ ബോണറ്റും മാറ്റിയതായിട്ടൊന്നും കാണില്ല. ഹെഡ്ലൈറ്റ് നമ്മൾക്ക് മാറ്റിയതാണ്. ചെറിയൊരു മങ്ങലുണ്ടായിരുന്നു. അതുപോലെ ഇവിടുത്തെ ക്രോമ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വന്നിട്ട് മാറ്റിയതാണ് കേട്ടോ. അത്യാവശ്യം അപ്പോൾ നമുക്ക് ഈ വാഹനം നമ്മൾ NOC എടുക്കാത്തത് കൊണ്ട് തന്നെ ഏതൊരു ആർ ടി ഓഫീസിക്ക് കേരളത്തിലേക്ക് ഏതൊരു ആർ ടി ഓഫീസിക്കും ആണെങ്കിലും നമുക്ക് NOC എടുത്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ മലപ്പുറം ജില്ലയാണ്. അതായത് ഞാൻ കോൺടാക്ട് നമ്പർ താഴത്ത് കൊടുക്കാം. നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കട്ടോ. അതുപോലെ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ വാഹനം നല്ലൊരു ഇന്നോവ തിരയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അതുപോലെ ഇത് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് NOCയിൽ 6,60,5,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ. NOCയിൽ എവിടേക്ക് വേണമെങ്കിലും എടുത്തു കൊടുക്കാം. അതുപോലെ ഇൻഷുറൻസും ഇതിന് പുതിയ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിലവിലുണ്ട് കേട്ടോ. ഒരു ആമറോണിൻ്റെ ബാറ്ററി നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ നല്ല ക്വാളിറ്റി തന്നെ വൃത്തി തന്നെയാണ് നമ്മൾ ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ മലപ്പുറം ജില്ലയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്ക്. ഞാൻ കോൺടാക്ട് നമ്പർ താഴത്ത് കൊടുക്കാം. അതുപോലെ നമ്മളെ വീഡിയോസും ചാനലും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും.